നാനാവശത്തു നിന്നും സംസ്ഥാനങ്ങളെ അറ്റാക്ക് ചെയ്ത് അവരെ ധനപ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഈ BJP ഗവൺമെന്റ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. 90% കേന്ദ്രം മുടക്കിയിരുന്നിടത്ത് 60% കേന്ദ്രം മുടക്കും, 40% സംസ്ഥാനം കണ്ടെത്തണം. 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നു UPA ഗവൺമെന്റിന്റെ കാലത്ത്. കേന്ദ്രത്തിന്റെ മറ്റു പല പ്രവർത്തികളും, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ തൊഴിലുറപ്പ് പദ്ധതി, അതിന്റെ 90% കേന്ദ്രവും 10% സംസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിപ്പോ ഈ പുതിയ തൊഴിലുറപ്പ് നിയമം വഴിയായിട്ട് എന്താ ചെയ്തിരിക്കുന്നത്, 60-40 ആയിട്ട് മാറ്റി, അതായത് റീസ്ട്രക്ചർ ചെയ്തു. 90% കേന്ദ്രം മുടക്കിയിരുന്നിടത്ത് 60% കേന്ദ്രം മുടക്കും, 40% സംസ്ഥാനം കണ്ടെത്തണം. 10% കണ്ടെത്തിയാൽ മതിയായിരുന്നു നാളിതുവരെ. ആ സ്ഥാനത്താണ് സംസ്ഥാനം 40% കണ്ടെത്തേണ്ടത്. ഇതുപോലെ, അതായത് ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നു UPA ഗവൺമെന്റിന്റെ കാലത്ത്. 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്. അതിലെ ഈ 90-10 അത് തൊഴിലുറപ്പ് പദ്ധതി. അത് കൂടാതെയുള്ള എല്ലാ സ്കീംസിലും ഒന്നുകിൽ 80-20 അല്ലെങ്കിൽ 60-40 ഈ തരത്തിലൊക്കെയാണ് അതിന്റെ പ്രപ്പോർഷൻ. പക്ഷെ എല്ലായ്പ്പോഴും കേന്ദ്രം വലിയ ഭാഗം, സിംഹഭാഗം കേന്ദ്രത്തിന്റെ ഭാഗത്തും ചെറിയ ഭാഗം മാത്രം സംസ്ഥാനത്തിന്റെ ഭാഗത്തും, ആ തരത്തിലായിരുന്നു ഈ 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസും ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം എന്ത് ചെയ്തു, ഈ 68 സ്കീംസിനെയും കൂടി വെട്ടിച്ചുരുക്കി അംബർല സ്കീംസ് എന്ന് പറഞ്ഞ് 28 സ്കീംസ് ആക്കി മാറ്റി. 28 സ്കീംസ് ആക്കി മാറ്റുക മാത്രമല്ല ചെയ്തത്, എല്ലാ സ്കീംസിലും കേന്ദ്രത്തിന്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിച്ചു. അങ്ങനെ വലിയ തോതിൽ സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ധനപ്രതിസന്ധിയിലെ ആക്കം കൂട്ടിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയോടും കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നാനാവിധത്തിൽ നിന്നും നാനാവശത്തു നിന്നും സംസ്ഥാനങ്ങളെ അറ്റാക്ക് ചെയ്ത് അവരെ ധനപ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഈ BJP ഗവൺമെന്റ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെ ഒരു ഫിസ്ക്കൽ ക്രൈസിസിൽ, അതായത് ഫിസ്ക്കൽ ക്രൈസിസ് കേരളത്തിനുണ്ട് എന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒക്കെ അറിയാം. അപ്പൊ ഈ ക്രൈസിസില് അതിന്റെ ക്രൈസിസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രഹരം കൂടിയാണ് ഇപ്പോൾ ഈ രീതിയിൽ വന്നിരിക്കുന്നത്. ഇതെങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് വരുന്ന 3 മാസങ്ങളിലെ ചെലവുകൾ ഒന്നും മാറ്റാൻ പറ്റുന്നതല്ല. കാരണം ശമ്പളമോ പെൻഷനോ പലിശയോ കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. അതുപോലെ തന്നെയാണ് ഈ കരാറുകാർക്ക് കൊടുക്കേണ്ട ഫണ്ട്. ഇല്ലെങ്കിൽ ഈ സംസ്ഥാനം സ്തംഭിച്ചു പോകും, ഒരു പ്രവർത്തനവും ഒരിടത്തും നടക്കില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന് പക്ഷേ പ്രത്യക്ഷവും പരോക്ഷവുമായ ഉദ്ദേശങ്ങൾ ഉണ്ടാകാം. അടുത്ത 3 മാസക്കാലം ചക്രശ്വാസം വലിക്കട്ടെ, വലിയ കാര്യമായി റീൽസ് ഒന്നും എടുത്ത് മുഖം മിനുക്കാനുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കട്ടെ. പണം കയ്യിലുണ്ടെങ്കിലല്ലേ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്താനൊക്കെയുള്ളൂ. ആവശ്യമില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് ഫ്രീ ബീസ് വാരിക്കോരി കൊടുത്ത് അടുത്ത അസംബ്ലി ഇലക്ഷന് കൂടുതൽ വോട്ട് മേടിച്ച് ഇനിയും ഭരണത്തിൽ വരാതിരിക്കട്ടെ, കഴിയുന്നത്ര കേന്ദ്രങ്ങളില് BJPക്ക് വരാൻ പറ്റട്ടെ. ഇത്തരം ഉദ്ദേശങ്ങൾ കൂടി ഈ തരത്തിലുള്ള ഒരു പ്രക്രിയ ഈ സമയത്ത് കൊണ്ടുവന്നതിന്റെ കൂടെ ഉണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് തീർത്തു പറയാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധി, അതായത് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയിച്ചത് ഫണ്ട് കണ്ടെത്തി വേണ്ടതുപോലെ മുൻപോട്ട് പോയില്ലെങ്കിലോ വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നതിന്റെ തെളിവായിട്ട് ഇത് നേരത്തെ അറിയിച്ചു. അതെങ്കിലും നല്ലത്. പക്ഷേ എങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഈ ഫണ്ടെല്ലാം കണ്ടെത്തും? 35,000 കോടി, 6,000 കോടിയിലധികം മാത്രം കടമെടുക്കാമെന്നിരിക്കെ 35,000 കോടി എങ്ങനെ ഉണ്ടാക്കും? അതായത് നികുതി, റവന്യൂ മൊബിലൈസേഷൻ, വരുമാന സമാഹരണം, അത് എത്ര ശക്തമാക്കിയാലും ഇത്ര 1000 കോടിയൊന്നും ഈ 3 മാസം കൊണ്ട് പിരിച്ചെടുക്കാൻ പറ്റുകയില്ല. അത് ഒരു വശത്ത്. ഇനി ചെലവ് ചുരുക്കാമെന്ന് വെച്ചാൽ ഏത് ചെലവ് ചുരുക്കണം എന്നുള്ളത് മറുവശത്ത്. കാരണം ഇലക്ഷൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ചെലവുകൾ ഒന്നും ചുരുക്കാൻ പറ്റില്ല, ചെലവുകളുടെ ആക്കം കൂടുകയേ ഉള്ളൂ. ആ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രതിസന്ധി വന്നുകൂടിയിരിക്കുന്നത്. അത് നിലവിലിരിക്കുന്ന പ്രതിസന്ധിയുടെ ആക്കം കൂട്ടും,
ഗവൺമെന്റിന്റെ പെർഫോമൻസും വളരെ വളരെ ബുദ്ധിമുട്ടായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകെപ്പാടെ വലിയ പ്രതിസന്ധിയിലായി, അഥവാ സംസ്ഥാന ഗവൺമെന്റിന് അതിഭീകരമായ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ സാഹചര്യത്തിൽ. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു സംസ്ഥാന ഗവൺമെന്റ്, ഒരു ഫെഡറൽ സിസ്റ്റത്തില്, അതെ, തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട ഉപദേശം നേരത്തെ കൊടുത്തിരുന്നു. ബജറ്റിന് പുറത്ത് കടമെടുക്കരുത്. ഇനി നിങ്ങൾ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടും ഒക്കെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, വളരെ അത്യാവശ്യമായിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ആണ് എന്ന് വാശി പിടിക്കുന്നുവെങ്കിൽ, അതിൽ നിന്ന് വായ്പ അതുവഴി വായ്പ എടുത്തേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നുവെങ്കിൽ ആയിക്കോ. പക്ഷേ അവയൊക്കെ തിരിച്ചു കൊടുക്കത്തക്ക, അതായത് മുതലും പലിശയും തിരിച്ചു കൊടുക്കത്തക്ക രീതിയിൽ അവ സെൽഫ് സപ്പോർട്ടിങ് ആയിരിക്കണം, സെൽഫ് ലിക്വിഡേറ്റിംഗ് ആയിരിക്കണം അത്തരം വായ്പകൾ. എന്ന് വെച്ചാല് അതുവഴിയായിട്ട് എടുക്കുന്ന എന്തുമാത്രം വായ്പയുണ്ടോ ആ വായ്പയും അതിന്റെ പലിശയും തിരിച്ചു കൊടുക്കാൻ പര്യാപ്തമായ രീതിയിലുള്ളതായിരിക്കണം കിഫ്ബിയുടെയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടിന്റെയും ഒക്കെ പ്രവർത്തന രീതി എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്. അപ്പൊ അത് ഇല്ല, ഇതുവരെ ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം ബജറ്റിന് മുൻപായിട്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് ആലോചിച്ചിരുന്നു എങ്ങനെ കിഫ്ബിയെ സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാക്കി മാറ്റാം എന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ ഇതുവരെയും അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ തീരുമാനത്തിലെത്തുകയോ അത് സെൽഫ് സപ്പോർട്ടിംഗ് ആകത്തക്ക രീതിയിലുള്ള നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലെയുള്ള നയവുമായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കേന്ദ്രത്തെ പഴിക്കാൻ ഒക്കില്ല. കാരണം സംസ്ഥാന ഗവൺമെന്റ് കടക്കണിയിലേക്ക് പോകാതിരിക്കാനുള്ള ശക്തമായ നിലപാടാണ് കേന്ദ്രം എടുത്തിരിക്കുന്നത്.